ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ വളരെ പ്രത്യേകമായ ഒരു പുതിയ പഠന പരമ്പരയുടെ 10ാമത്തെ അവതരണത്തിലാണ്. നമ്മുടെ പഠന വിഷയം അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയ ലേഖനമാണ്. പുതിയ നിയമത്തിലെ ഏറ്റവും അത്യുജ്വലമായ, ഏറ്റവും സമ്പന്നമായൊരു ലേഖനം, റോമാലേഖനം. അതിൻ്റെ ആദ്യത്തെ 8 മുതൽ 15 വേദഭാഗത്തിൽ പൗലോസിൻ്റെ ആ ഒരുക്കത്തെക്കുറിച്ച് കണ്ടു. താൻ ഒരു കടക്കാരനാണ്, താൻ ആവോളം ഒരുങ്ങിയിരിക്കുകയാണ്, തനിക്ക് ലജ്ജയില്ല. തന്നെ മുന്നോട്ട് നയിച്ച ആ വലിയ തീരുമാനത്തെ നാം തിരിച്ചറിയുകയുണ്ടായി. തുടർന്ന് 16-17 വാക്യങ്ങൾ, ഈ പുസ്തകത്തിൻ്റെ പ്രമേയമായി അറിയപ്പെടുന്ന 2 വാക്യങ്ങൾ, ആ വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് നമ്മുടെ പഠനം ആരംഭിക്കട്ടെ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. റോമലേഖനം വളരെ സമ്പന്നമായതുകൊണ്ട് നാം വളരെയധികം സമയം ഒരുപക്ഷെ ചെലവിട്ടെന്ന് വരും, പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ പ്രമേയത്തെക്കുറിച്ചും വിശദീകരിക്കുമ്പോൾ. ഇപ്പോൾ 14, 15, 16 വാക്യങ്ങളിൽ 3 ഞാൻ എന്ന വാക്കുൾപ്പെടുന്ന 3 പ്രസ്താവനകൾ കണ്ടു. ഞാൻ കടക്കാരനാണ്, ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു, ഞാൻ ലജ്ജിക്കുന്നില്ല. ഒരു കടമുണ്ട്, തനിക്കൊരു കടം വീട്ടുവാനുണ്ട് എന്ന തിരിച്ചറിവ് പൗലോസിനുണ്ടായി. ആ തിരിച്ചറിവാണ് തന്നെ ഇത്രത്തോളം ഒരുക്കമുള്ളവനായി നിർത്തിയത്. റോമൻ സമൂഹം, അവർ ബലവും ശക്തിയും അധികാരത്തിൽ ഊറ്റം കൊള്ളുന്നവരും അഭിമാനിക്കുന്നവരുമാണ്. ആ രാജ്യം അങ്ങനെയാണ്. ചക്രവർത്തി ആരാധനയും മറ്റും നടമാടുന്ന ഒരു കാലം. റോമൻ സൈന്യം വളരെ ശക്തമായൊരു സൈന്യവ്യൂഹം. ബലവും ശക്തിയും അവിടെ മുഖമുദ്രകളാണ്. അപ്രകാരം അങ്ങനെയുള്ളൊരു ദേശത്തേക്കാണ് പൗലോസ് സുവിശേഷമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത്രമാത്രം ബലവും ശക്തിയും അധികാരവുമൊക്കെ ഈ രാജ്യത്തിനുണ്ടെങ്കിൽ പോലും ആ രാജ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതി, ആ രാജ്യത്തിൽ ഓരോ ജീവിതങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ച, അത് തടഞ്ഞു നിർത്തുവാൻ അവരുടെ ഈ ശക്തിയെ കൊണ്ട് സാധിച്ചില്ല. കാരണം ഒരു ഭവനത്തിൽ വളരെയധികം മോശമായ തരത്തിൽ അധാർമികതയിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയും കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുന്ന ഒരു പിതാവിനെ ഒരിക്കലും സ്നേഹമുള്ളൊരു ഭർത്താവായിട്ടോ പിതാവായിട്ടോ രൂപാന്തരപ്പെടുത്തുവാൻ അവിടെ രാജ്യത്തിലുള്ള ഒരു ശക്തിക്ക് കഴിയില്ല. കാരണം ആ ശക്തി ദൈവത്തിന് മാത്രമേ കഴിയൂ. ദൈവത്തിന് മാത്രമേ മനുഷ്യരുടെ അപജയത്തെ പരിഹരിക്കാൻ കഴിയൂ. ദൈവത്തിന് മാത്രമേ മനുഷ്യരെ രൂപാന്തരപ്പെടുത്താൻ കഴിയൂ. ഇത്രമാത്രം സജ്ജമായ രാജ്യം, ചക്രവർത്തി ആരാധനയുള്ള രാജ്യം, അധികാരത്തിൻ്റെ എല്ലാ പ്രകടനങ്ങളുമുള്ള രാജ്യം, ഈ രാജ്യത്തിലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ ശക്തികൾ കൊണ്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ സുവിശേഷം ദൈവശക്തിയാണ്. സുവിശേഷം ദൈവശക്തിയാണ്. എന്തിന്? രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. അങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്. 1:16 സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. രക്ഷ എന്ന വാക്ക് വിടുതൽ എന്ന വാക്കാണ് അതിൻ്റെ അർത്ഥം. വിടുതൽ, അത് സൈനികമായുള്ള ബന്ധത്തിൽ, സൈനിക വിജയത്തിൽ നിന്നും അല്ലെങ്കിൽ രോഗത്തിൽ നിന്നുള്ള സൗഖ്യത്തെക്കുറിച്ചുമെല്ലാം പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് വിടുതൽ അഥവാ രക്ഷ എന്ന വാക്ക്. പൗലോസ് അത് ഉപയോഗിക്കുമ്പോൾ അത് പാപത്തിൽ നിന്നും, അതിൻ്റെ കുറ്റബോധത്തിൽ നിന്നും, അതിൻ്റെ പ്രയോഗത്തിൽ നിന്നും, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുമുള്ള, മനുഷ്യരുടെ നിത്യമായ ഭവിഷ്യത്തിൽ നിന്നുമുള്ള വിടുതലിനെ പരാമർശിക്കുന്നു. പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നുള്ള വിടുതൽ, അതാണ് ഇവിടെ ഈ വേദഭാഗത്തിൽ ആ രക്ഷ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇത് സുവിശേഷം ദൈവത്തിൻ്റെ ശക്തിയാണ്. രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി പ്രകടനങ്ങൾ പല തരത്തിലും പൗലോസ് അപ്പോസ്തലൻ ഇതിനകം തന്നെ പരാമർശിച്ചു. കർത്താവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് വിശുദ്ധരുടെ ആത്മാവ് സംബന്ധിച്ച് ശക്തിയോടെ പ്രഖ്യാപിക്കപ്പെട്ടതായിട്ട് കണ്ടു. റോമലേഖനം 1-20 വാക്യത്തിൽ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവും പ്രകടമാകുന്നത് കാണാം. ഇപ്പോൾ ദൈവത്തിൻ്റെ ശക്തി, രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ശക്തി അടങ്ങിയിരിക്കുന്നത്, ഉൾക്കൊള്ളുന്നത് സുവിശേഷത്തിലാണ്. സുവിശേഷത്തിലാണ് മനുഷ്യനെ രക്ഷിക്കുവാനുള്ള, വിടുവിക്കുവാനുള്ള, പാപത്തിൻ്റെ ഭയാനകമായ കരങ്ങളിൽ നിന്ന് വിടുവിക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തി അടങ്ങിയിരിക്കുന്നത് സുവിശേഷത്തിലാണ്. അല്ലാതെ മറ്റേതെങ്കിലും ചിന്തകളും അനുമാനങ്ങളും ആലോചനകളിൽ നിന്നല്ല, പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന മറ്റു തരത്തിലുള്ള ചിന്താഗതികളിൽ നിന്നല്ല. സുവിശേഷം, അതിലാണ് ദൈവത്തിൻ്റെ ശക്തി അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ശക്തി എല്ലാവർക്കും ലഭ്യമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആദ്യം യഹൂദനും പിന്നെ യവനനും, എല്ലാവർക്കും ഈ ശക്തി
ലഭ്യമാണ് എന്ന് ദൈവം ഉദ്ദേശിക്കുന്നു. ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെ അപ്പോസ്തലന്മാരെ ഈ വലിയ ആജ്ഞാപനം കൊടുത്ത് ലോകമെങ്ങും അയക്കുമ്പോൾ നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കണം. സുവിശേഷം സകലർക്കുമുള്ളതാണ്. മർക്കോസ് 16:15-16 സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കണം. പ്രവൃത്തികൾ 1:8 പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിച്ച നിങ്ങൾ അത് യെരുശലേമിലും ശമര്യയിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളായി പോകണം. സുവിശേഷമായി കടന്നു ചെല്ലണം. സുവിശേഷം സകല മനുഷ്യർക്കുമുള്ളതാണ്. അതിൻ്റെ സാർവലൗകികത പൗലോസ് എടുത്തു പറയുന്നു. ആദ്യം യഹൂദനും പിന്നെ യവനനും. ആദ്യം യഹൂദൻ പിന്നെ യവനൻ എന്ന് പറഞ്ഞാൽ യവനെന്ന് ഉദ്ദേശിക്കുന്ന മറ്റു ഭാഷകൾ സംസാരിക്കുന്നവർ, പുറജാതികളുടെ ലോകം. ആദ്യം യഹൂദനും പിന്നെ യവനനും. അപ്പോൾ അത് രണ്ടും ചേരുമ്പോൾ തന്നെ സകല മനുഷ്യരും ഉൾക്കൊള്ളുകയാണ്. ആദ്യം യഹൂദൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? യഹൂദന്മാർ മറ്റ് മനുഷ്യരിൽ നിന്ന് വിശേഷതയുള്ളവരാണ്, ശ്രേഷ്ഠരാണ്, പ്രാധാന്യമുള്ളവരാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണോ ദൈവം അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ പ്രയോഗം പലയിടത്തും കാണാം. 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. എൻ്റെ 10-ാം വാക്യം, നന്മ പ്രവർത്തിക്കുന്ന ഏവരും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. അപ്പോൾ ആദ്യം യഹൂദൻ യവനൻ എന്ന പ്രയോഗം റോമാലേഖനത്തിൽ തന്നെ കാണാം. റോമലേഖനം 2:11 അതോടൊപ്പം തന്നെ പറയുന്നു, ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ദൈവത്തിൻ്റെ പക്ഷഭേദമില്ല, മുഖപക്ഷം കാണിക്കില്ല ദൈവം. റോമലേഖനം 10-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലും ഇതിനെ ബലപ്പെടുത്തുന്ന മറ്റൊരു പ്രസ്താവന നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറയുന്നു, യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല. യഹൂദനെന്നും യവനെന്നും ദൈവത്തിന് വ്യത്യാസമില്ല. എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാണ്. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്താവ് യേശുക്രിസ്തു സകലരുടെയും കർത്താവാണ്. യഹൂദൻ യവനെന്ന് വ്യത്യാസമില്ലെന്ന് പൗലോസ് തന്നെ പിന്നീട് എഴുതും. ഒരു വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ ആദ്യം യഹൂദൻ എന്ന് പറയുമ്പോൾ അതിൽ ചില ചരിത്രപരമായ വസ്തുതകൾ അതിൻ്റെ പിന്നിലുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രയോഗം ഉപയോഗിച്ചത്? കാരണം യഹൂദ ജനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവം ഭൂമിയിലേക്ക് മശിഹായെ അവതരിപ്പിച്ചത്. യഹൂദജനം അവർക്ക് വിശേഷതയുള്ളത് കൊണ്ടല്ല, ദൈവ പദ്ധതി പ്രകാരം ജനതയെ തിരഞ്ഞെടുത്തു. അത് യഹൂദ ജനതയാണ്. മശിഹ യഹൂദനാണ്. യഹൂദ വംശാവലിയിൽ യഹൂദ ഗോത്രത്തിലൂടെയാണ് മശിഹ വന്നത്. താൻ ജീവിച്ചതും മരിച്ചതും യഹൂദ രാജ്യത്തിലാണ്, പാലസ്തീനിലാണ്. നൂറ്റാണ്ടുകളായി ദൈവവും യഹൂദന്മാരും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം പരിഗണിച്ചുകൊണ്ടാണ് ആദ്യം യഹൂദന്മാർക്ക് അവസരം കൊടുത്തത്. മശിഹയെ സ്വീകരിക്കാനും തള്ളിക്കളയാനും, ദൈവരാജ്യം അംഗീകരിക്കാനും തള്ളിക്കളയാനും ആദ്യം അവർക്ക് അവസരം കൊടുത്തു. മശിഹയുടെ രാജ്യം അഥവാ സഭ സ്ഥാപിതമായത് യഹൂദ രാജ്യത്തിലാണ്. അതിൻ്റെ തലസ്ഥാനമായ യെരുശലേമിലാണ്. ആദ്യ സുവിശേഷ പ്രസംഗം നടന്നതും യഹൂദന്മാരോടാണ്, പ്രവൃത്തികൾ 2. അവിടെ നിന്നാണ് പുറജാതികൾ ലോകത്തിലേക്ക് അത് വികസിച്ചത്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പലയിടത്തും സഞ്ചരിക്കുമ്പോൾ അവരുടെ ഒരു രീതി ഉണ്ടായിരുന്നു. പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിലെ 46-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ പൗലോസും ബർണ്ണബാസും ധൈര്യം കൊണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങളതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ചു കളഞ്ഞതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കപ്പെടുമ്പോൾ നമുക്കൊരു അവസരം ദൈവം വെച്ച് നീട്ടുകയാണ്. നമുക്ക് സ്വീകരിക്കാതിരിക്കാം. നമ്മൾ സ്വീകരിക്കാതിരുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു നഷ്ടവും വരുന്നില്ല. നമ്മളാണ് വിധിക്കപ്പെടുന്നത്. വചനം നമ്മളെ നിഷേധിക്കുമ്പോൾ, തള്ളിക്കളയുമ്പോൾ, അതിന് വിധേയപ്പെടാതിരിക്കുമ്പോൾ നാം നമ്മുടെ ന്യായവിധി വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ യഹൂദന്മാർക്ക് ആദ്യ ദൈവം അവസരം കൊടുത്തു. ഇവിടെ പൗലോസ് പുറജാതികളായ മനുഷ്യരോട് അവർ അറിയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിന്ന് അനുഭവിക്കുന്ന രക്ഷയെ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുന്നതിന് ദൈവം യഹൂദൻ ജനത്തെ ഉപയോഗിച്ചു എന്നുള്ളത് അവരറിയണമെന്ന് ആഗ്രഹിക്കുന്നു. അതേസമയത്ത് യഹൂദന്മാരോട് പൗലോസിന് പറയാനുള്ളത്, ദൈവം പുറജാതികളെയും ദൈവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവ പദ്ധതിയിൽ ദൈവം ജാതികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നുവെന്ന് യഹൂദന്മാരെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ 2 പദങ്ങളും, ആദ്യം യഹൂദനും പിന്നെ യവനനും എന്ന് പറഞ്ഞാൽ സർവ്വ മനുഷ്യരും എന്നർത്ഥം. യഹൂദന്മാരല്ലാത്ത പുറജാതികളായ എല്ലാവരും ഉൾപ്പെടുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയുടെ ഏക പ്രത്യാശ സുവിശേഷമാണ്. സുവിശേഷം ദൈവശക്തിയാണ് രക്ഷയ്ക്ക്. വിദ്യാഭ്യാസപരം, രാഷ്ട്രീയം, ബുദ്ധിപരം, സാംസ്കാരികപരം ആയിട്ടുള്ള മറ്റൊന്നിനും ഇതിന് പകരം വയ്ക്കാൻ പറ്റില്ല. സുവിശേഷത്തിന് പകരം വിദ്യാഭ്യാസം നേടിയതുകൊണ്ടോ, രാഷ്ട്രീയമായ ഔന്നത്യത്തിലെത്തിയതുകൊണ്ടോ, ബുദ്ധിപരമായി തത്വചിന്താപരമായി വികസിച്ചതുകൊണ്ടോ,
സാംസ്കാരികമായ സമ്പന്നതയിലെത്തിയതുകൊണ്ടോ സുവിശേഷത്തിന് പകരമല്ല. സുവിശേഷത്തിലെ ശക്തിക്ക് പകരം പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുമില്ല. സുവിശേഷം എന്ന വാക്ക് പൗലോസിനെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ടതാണ്. പുതിയ നിയമത്തിൽ 99 തവണ സുവിശേഷം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതിൽ 70 തവണയും ഉപയോഗിച്ചത് പൗലോസാണ്. 2 വാക്കുകൾ സമ്മേളിക്കുന്നതാണ് സുവിശേഷം. സു എന്ന് പറഞ്ഞാൽ നല്ലത്, വിശേഷം എന്ന് പറഞ്ഞാൽ വാർത്ത. ഇന്ന് സുവിശേഷം, നല്ല വാർത്ത, സദ്വാർത്ത എന്നുള്ളത് നമ്മുടെ സാധാരണ സംഭാഷണത്തെ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ 1-ാം നൂറ്റാണ്ടിൽ പുതിയ കാലത്ത് സുവിശേഷം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ദൈവത്തിൽ നിന്ന് വന്നതായ സദ്വാർത്തയെക്കുറിച്ച് പറയാൻ മാത്രമാണ്. ദൈവത്തിൽ നിന്നും മനുഷ്യകുലത്തിന് ലഭിച്ചതായ നല്ല വാർത്ത, അതിനെ പരാമർശിക്കാൻ മാത്രമാണ് സുവിശേഷം, നല്ല വാർത്ത, സദ്വാർത്ത എന്ന പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല, ലോകപ്രകാരം നമ്മൾ സാധാരണ രീതിയിൽ പത്രം വായിക്കുമ്പോൾ നല്ലൊരു വാർത്ത എന്ന് പറയുന്ന രീതിയിൽ അന്ന് ഉപയോഗിച്ചിരുന്നില്ല. സുവിശേഷത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാം. ഉദാഹരണത്തിന് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് പറഞ്ഞ് ആരംഭിക്കുന്നത്: ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ അവിടെ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ, പിന്നെ യേശു ഗലീലയിലൊക്കെ ചുറ്റി സഞ്ചരിച്ച് അവിടെ പള്ളികളെ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അത് മത്തായി 9:35 കാണാം. മശിഹയെക്കുറിച്ചുള്ള സുവിശേഷം, സ്ഥാപിക്കാൻ പോകുന്ന രാജ്യം അഥവാ സഭയെക്കുറിച്ചുള്ള നല്ല വാർത്ത. ലൂക്കോസ് 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലും കർത്താവ് യേശു സിനഗോഗിൽ ചെന്ന് തനിക്ക് യെശയ്യാപ്രവചന പുസ്തകം വായിക്കാനായിട്ട് ഏൽപ്പിക്കപ്പെടുമ്പോൾ അവൻ പുസ്തകം വിടർത്തിക്കൊണ്ട് ഇങ്ങനെയാണ് വായിച്ചത്: ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയെ പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്ന സ്ഥലം കണ്ടു അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തു. അപ്പോൾ അത് സുവിശേഷമാണ് അവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ വിധത്തിൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സദ്വാർത്തയെക്കുറിച്ചാണ്. ലേഖനങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. സുവിശേഷം എന്ന വാക്ക്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഇതാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയ വാർത്ത. നമുക്ക് മറ്റെന്തെങ്കിലും ലോകപ്രയുള്ള ഭൗതിക സമ്മാനങ്ങൾ കിട്ടുന്നതിനെക്കുറിച്ചല്ല. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയ വാർത്ത, നാം പാപികളാണ്, പാപികളായ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ അയച്ചു. കർത്താവ് യേശു നമുക്ക് വേണ്ടി നമ്മുടെ സ്ഥാനത്ത് മരിച്ചു. പാപമെന്ന പ്രശ്നത്തിന് പരിഹാരമൊരുക്കി, മരണത്തെ തോൽപ്പിച്ച് എഴുന്നേറ്റു. ഇത് വളരെ അനുഗ്രഹീതമായൊരു വാർത്തയാണ്. കാരണം മനുഷ്യൻ പാപത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന മനുഷ്യന് വേണ്ടി ദൈവം ഒരു വിടുതലൊരുക്കി തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ. ആ വാർത്ത, അതാണ് ഏറ്റവും വലിയ വാർത്ത. സുവിശേഷം അതിന് 2 ഘടകങ്ങളുണ്ട്, 2 വസ്തുതകൾ അതിലടങ്ങും. ഒന്ന് ചരിത്രപരമായ വസ്തുത, മറ്റൊന്ന് ഉപദേശപരമായ വസ്തുത. ചരിത്രപരമായ വസ്തുത എന്താണ്? ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പ്. ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പുന്നത് ചരിത്രപരമായി സംഭവിച്ച വസ്തുതകളാണ്. സുവിശേഷത്തിലടങ്ങുന്ന ആദ്യത്തെ ഭാഗം അതാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു: എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷമായെന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചു തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. സുവിശേഷം ചരിത്രപരമായ ഒരു സംഭവമാണ്, വസ്തുതയാണ്. ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പ്. ഇത് നാം മറ്റുള്ളവരോട് അറിയിക്കുമ്പോൾ, രക്ഷയ്ക്ക് വേണ്ടി ഈ സന്ദേശം അറിയിക്കുമ്പോൾ, നമ്മൾ സുവിശേഷം ലോകത്തോട് അറിയിക്കുമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പ് പറഞ്ഞില്ല എങ്കിൽ നാം സുവിശേഷം പ്രസംഗിക്കുന്നില്ല. ഇന്ന് ലോകത്തിൽ അനേകങ്ങൾ സുവിശേഷ പ്രസംഗം എന്ന് ബാനറുകളൊക്കെ വെച്ച് നോട്ടീസ് അടിച്ച് പ്രസംഗിക്കുന്നു. പക്ഷെ അവർ സുവിശേഷം പ്രസംഗിക്കുന്നില്ല. കാരണം ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പ് മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി ദൈവം തൻ്റെ പുത്രനെ അയച്ച്, കർത്താവ് യേശു കാൽവരിക്കുറിച്ച് നമ്മുടെ പാപം ചുമന്ന് പാപത്തിന് ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് മരിച്ച് അടക്കപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഉയർത്തെഴുന്നേറ്റ ആ വലിയ വിശേഷം, നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ചതായ വലിയ സത്വാർത്ത പ്രസംഗിക്കാതെ സുവിശേഷം പ്രസംഗിക്കുന്നില്ല. മാത്രമല്ല, സുവിശേഷത്തിൽ ഉപദേശപരമായ വസ്തുത കൂടിയുണ്ട്. ചരിത്രപരമായിട്ട് മാത്രമല്ല, ഉപദേശപര ഘടകം കൂടിയുണ്ട്. എന്നാൽ സുവിശേഷം എന്ന് പറയുന്ന ക്രൂസിലെ സന്ദേശം മാത്രമല്ല, സുവിശേഷം അനുസരിക്കാനുള്ളതാണ്. സുവിശേഷം അനുസരിക്കണമെന്നുള്ളതായ നിർദ്ദേശം, കൽപ്പന വചനത്തിൽ പലയിടത്ത് കാണാം. സുവിശേഷത്തിൽ അനുസരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. സുവിശേഷം ചരിത്രപരമായി നടന്നൊരു സംഭവം മാത്രമല്ല. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ കർത്താവ് യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു അവിടെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്:
അവിടെ കർത്താവ് യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. ശ്രദ്ധിക്കുക, ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. സുവിശേഷം അനുസരിക്കാനുള്ളതാണ്. പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് എഴുതിയത് ഇങ്ങനെയാണ്, 1 പത്രോസ് 4:17. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? സുവിശേഷം അനുസരിക്കാനുള്ളതാണ്. റോമലേഖനം 10-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലും നമുക്കത് വ്യക്തമായി കാണാൻ സാധിക്കും. അപ്പോൾ സുവിശേഷത്തിൽ മനുഷ്യൻ അനുസരിക്കേണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു. റോമർ 10:16. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. അപ്പോൾ സുവിശേഷത്തിൽ മനുഷ്യർ അനുസരിക്കേണ്ട കൽപ്പനകളുണ്ട്. സുവിശേഷത്തിൽ മനുഷ്യർ അനുസരിക്കേണ്ട കൽപ്പനകളുണ്ട്. ഇപ്പോൾ സുവിശേഷത്തിലെ ഉപദേശപരമായ ഘടകങ്ങൾ അത് ആത്മീകമായ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ആത്മീകമായി ഊന്നൽ കൊടുക്കേണ്ട കാര്യങ്ങളാണ് സുവിശേഷത്തിലുള്ളത്, അനുസരിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ സുവിശേഷം വ്യക്തമായി നമ്മോട് പറയുന്നു, ദൈവം നമുക്ക് വേണ്ടി എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് സുവിശേഷത്തിലൂടെ നൽകിത്തരുന്നത്. അത് ലഭിക്കണമെങ്കിൽ സുവിശേഷം അനുസരിക്കണം. സുവിശേഷം കേട്ടാൽ പോരാ, പ്രസംഗിച്ചാൽ പോരാ, അത് അനുസരിക്കണം. അതനുസരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിനാൽ നിലനിന്ന് എതിരാളികൾ ഒന്നിലും കുടുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നത് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പീൻ. ജീവിതത്തെ നിയന്ത്രിക്കുന്നതാണ് സുവിശേഷം. സുവിശേഷത്തിലുള്ള ആത്മീക സത്യങ്ങൾ, ദൈവം നമുക്ക് സുവിശേഷത്തിലൂടെ നൽകിത്തരുന്ന അനുഗ്രഹങ്ങൾക്ക് ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിവുണ്ട്. ഇപ്പോൾ സുവിശേഷത്തിൽ വസ്തുതകളുണ്ട്. അതായത് 1 കൊരിന്ത്യർ 15:1-4 വരെ നാം വിശ്വസിക്കേണ്ട വസ്തുതകൾ, ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പ്. സുവിശേഷത്തിൽ കൽപ്പനകളുണ്ട്, നാം അനുസരിക്കേണ്ട കൽപ്പനകൾ: വിശ്വാസം, മാനസാന്തരം, ഏറ്റുപറച്ചിൽ, സ്നാനം. റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും പ്രത്യേകിച്ച് റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് ശക്തമായി തന്നെ കാണാൻ സാധിക്കും. റോമലേഖനം 6-ാം അധ്യായത്തിൽ സ്നാനത്തെക്കുറിച്ച് വ്യക്തമായി കൽപ്പിക്കും. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കും, നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പ് അതിനോട് ഏകീഭവിക്കണം. സ്നാനത്തിൽ സംഭവിക്കുന്ന സുവിശേഷത്തിൻ്റെ അനുസരണം. എന്നിട്ട് അതേ അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം, അതാണ് സുവിശേഷം, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച്, അനുസരണമുണ്ട്, വിശ്വാസം അനുസരണം കൂടെ ചേരുമ്പോഴാണ് പൂർണ്ണമാകുന്നത്. ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സുവിശേഷത്തിൽ നാം അനുസരിക്കേണ്ട ഘടകങ്ങളുണ്ട്. അങ്ങനെ അനുസരിക്കുമ്പോൾ നമുക്ക് ചില വാഗ്ദാനങ്ങളുണ്ട്. എന്താണ് ആ വാഗ്ദാനങ്ങൾ? പാപമോചനം, നിത്യജീവൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം, ക്രിസ്തു ശരീരമായ സഭയിലോട് കൂട്ടിച്ചേർക്കപ്പെടാൻ. പ്രവൃത്തിയിൽ 2:30 നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കും. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചു, പൗലോസ് എന്ന് ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസം നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. സുവിശേഷത്തിൻ്റെ പ്രത്യാശ. തീത്തോസ് 1:2 അത് കാണാം. അപ്പോൾ നാം കണ്ടു, റോം അധികാരഭ്രാന്ത പിടിച്ചൊരു രാജ്യം. ഇന്നത്തെ രാജ്യത്തെ പോലെ തന്നെ, ലോകത്തെ പോലെ തന്നെയാണ്. നമ്മൾ എല്ലാവരും കൂടുതൽ ശക്തരാകാൻ, കൂടുതൽ വേഗതയുള്ളവരാകാൻ, കൂടുതൽ ഉയർത്തിപ്പണിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും സുവിശേഷത്തോട് തുല്യം ചെയ്യാൻ മറ്റൊരു ശക്തിയില്ല. സുവിശേഷ ശക്തിയെ മറികടക്കാൻ മറ്റൊരു ശക്തിയില്ല. ക്രൂസിൻ്റെ സത്യം എന്നും ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. 1 കൊരിന്ത്യർ 1:23-24 പാപങ്ങളെ പൊട്ടിച്ചിതറിക്കുവാനുള്ള ദൈവത്തിൻ്റെ സ്ഫോടക വസ്തുവാണ് സുവിശേഷം. സുവിശേഷമായി സമ്പർക്കം പുറത്തുന്ന വ്യക്തിയുടെ പാപം പൊട്ടിച്ചിതറും. ആ വ്യക്തിയുടെ വിഗ്രഹാരാധനയുടെ പാരമ്പര്യങ്ങൾ, അവിശ്വാസത്തിൻ്റെ സകല സ്വാധീനങ്ങൾ, നിരാശയേറ്റ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ എല്ലാം അവസാനിക്കും സുവിശേഷത്തിൻ്റെ ശക്തിയുമായി ബന്ധപ്പെടുമ്പോൾ. സുവിശേഷം ദൈവത്തിൻ്റെ രക്ഷിക്കുന്ന ശക്തി മാത്രമല്ല, നമുക്ക് പ്രോത്സാഹനം, പ്രചോദനം നൽകുന്ന ശക്തിയാണ്. കർത്താവ് യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 32-31 വാക്യങ്ങളിൽ ക്രിസ്തു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്:
യോഹന്നാൻ 12:32 ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയെങ്കിലേക്ക് ആകർഷിക്കുന്ന ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞു. ക്രിസ്തു ഉയർത്തപ്പെട്ടാൽ എല്ലാവരും ആകർഷിക്കപ്പെടും. ഇവിടെ പ്രോത്സാഹനം ക്രിസ്തുവാണ്. സുവിശേഷം നമുക്ക് പ്രചോദനം നൽകുക മാത്രമല്ല, നമുക്ക് രൂപാന്തരം തരും. ആയിരക്കണക്കിന് ജീവിതങ്ങളാണ് സുവിശേഷ ശക്തിയുമായി സമ്പർക്കം പെടുത്തിയ ജീവിതത്തിന് മാറ്റം വന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതായി തീർന്നു. 2 കൊരിന്ത്യർ 5:17. ഒരു മനുഷ്യൻ തൻ്റെ ഓഫീസിലെ മാനേജർ, സ്നാനമേറ്റ മാനേജറെ പുതുതായിട്ട് കണ്ടപ്പോൾ പറഞ്ഞു, ആൾ പഴയത് തന്നെ, തൊലിയും പഴയത് തന്നെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മറ്റാരോ വസിക്കുന്നത് പോലെ ഒരു മാറ്റം പ്രകടമാണ്. സുവിശേഷ ശക്തിയുമായി സമ്പർക്കം പുലർത്തി ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ എല്ലാ ജീവിതങ്ങളിലും ഒരു പുതിയ സൃഷ്ടി അവർ ആയിത്തീരും. അപ്പോൾ സുവിശേഷം അത്രമാത്രം പ്രാധാന്യമുണ്ട്. നാം അവഗണിക്കരുത്, ഒഴിവാക്കരുത്, മാറ്റാൻ ശ്രമിക്കരുത്, വികലമാക്കരുത്. അത് കേൾക്കാൻ മടിക്കരുത്. എല്ലാറ്റിലുപരിയായി ദൈവമക്കളാണെങ്കിൽ അത് മറ്റുള്ളവരോട് പ്രസംഗിക്കാൻ പരാജയപ്പെടരുത്. ഇന്നും സുവിശേഷം ദൈവശക്തിയാണ്. ദൈവത്തിൻ്റെ ഏകശക്തി, രക്ഷയ്ക്കുള്ള ദൈവത്തിൻ്റെ ശക്തി. മറ്റൊരു ശക്തിയിലൂടെ ദൈവം മനുഷ്യനെ രക്ഷിക്കുന്നില്ല. ഇന്ന് പലരും ദൈവത്തിൻ്റെ സഭയിലേക്ക്, കർത്താവിൻ്റെ സഭയിലേക്ക് ആളെ കൂട്ടുവാൻ പല വഴികൾ സ്വീകരിക്കാറുണ്ട്, പല വഴികൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഏത് വഴികൾ സ്വീകരിച്ചാലും കടന്നു വരുന്നവരോട് സുവിശേഷം പ്രസംഗിക്കുകയും അവരെ കേട്ടനുസരിക്കുകയും ചെയ്തില്ലെങ്കിൽ അവരൊരിക്കലും രക്ഷപ്പെടില്ല. സുവിശേഷം ഇന്നും പാപപങ്കിലമായ, രോഗബാധിതമായ ഈ ലോകത്തിലുള്ള ദൈവത്തിൻ്റെ ഏക ഔഷധം, ഏക പരിഹാരം സുവിശേഷമാണ്. നാം അത് മറ്റുള്ളവരോട് പറയാൻ, പങ്കുവയ്ക്കാൻ കടപ്പെട്ടിരിക്കുന്നു. പൗലോസിൽപ്പുള്ള ചിലപ്പോൾ ചിലരെങ്കിലും ലജ്ജിക്കുന്നുണ്ടാകാം സുവിശേഷത്തെക്കുറിച്ച് പറയാൻ, മറ്റുള്ളവരത് പറയാൻ. നമ്മുടെ സുഹൃത്തുക്കൾ നഷ്ടപ്പെടുമോ? പറയാനൊരു ബുദ്ധിമുട്ട്, ഒരു പാരവശ്യം, ഒരു പ്രയാസം നേരിടുകയാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം മറ്റുള്ളവരോട് പറയാൻ അത് മാറണം. നാം മടിക്കരുത്. ഒരു ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ സുവിശേഷത്തെക്കുറിച്ച് അഭിമാനിക്കുകയാണ്. നമുക്ക് അപ്രകാരം സുവിശേഷമെന്ന മഹാസത്യം, ദൈവത്തിൻ്റെ ശക്തിയാകുന്ന സുവിശേഷം, അതിനെക്കുറിച്ചൊരു അഭിമാനം നമുക്കുണ്ടാകണം. അതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. തുടരാം. അടുത്ത പാഠത്തിൽ ഒഴിവാക്കാനാകാത്ത മറ്റൊരു ഘടകം വിശ്വാസം. ഇതുവരെ പറഞ്ഞത് ലോകത്തിന്, മനുഷ്യവർഗത്തിന് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ ആവശ്യം, പരിഹാരം സുവിശേഷമാണ്. ഇനി റോമലേഖനം 1:16 നിന്ന് ഇതിന് ആവശ്യമായ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യകത വിശ്വാസം. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത പാഠത്തിൽ നമ്മൾ ചിന്തിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.